റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ ചില്ലി പെപ്പർ ഉണ്ടാക്കിയാലോ. ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇതിൻ്റെ ആ പച്ചമണം ഒക്കെ മാറി വരുന്നത് വരെ ഇതുപോലെയൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഇതുപോലെയൊന്ന് വഴറ്റിക്കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 2 ചെറിയ ടൊമാറ്റോസാണ്. അതും കൂടി ചെറുതായിട്ട് ഞാൻ ചോപ്പാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാംസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സവാള നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ സവാള വേഗം ഫ്രൈ ആയി കിട്ടും. ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നതാണ്, അപ്പോൾ ഞാൻ ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് നമ്മുടെ ടൊമാറ്റോസും ക്യാപ്സിക്കമും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഈ ചില്ലി പെപ്പർ ആദ്യമായിട്ടാണ് ട്രൈ ആക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം കഴിച്ചപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഓൺ റെസിപ്പി എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുന്നതാണ്. എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. നല്ല സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഇടാം. സ്പൈസി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്. ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം ഒഴിച്ച് കൊടുക്കേണ്ട. ചിക്കന് തന്നെ തിളച്ച് വരുമ്പോൾ നല്ല വെള്ളം ഇറങ്ങി വരും. നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് ഇതുപോലെ തുറന്ന് വെക്കുക. അപ്പോഴേക്കും വെള്ളം കുറച്ച് വറ്റി വരും. ഇനി ഇതിലേക്കുള്ള കോൺഫ്ലോർ സ്ലറി ഉണ്ടാക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി നല്ല ഒരു തിക്കായി വരും. ഇനി ഒരു 2 to 3 മിനിറ്റ്സ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. മല്ലിയില ഇട്ടതിന് ശേഷം നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.